കൊട്ടാരക്കര മുൻ എം.എൽ.എ. ഐഷ പോറ്റി ബി.ജെ.പി. നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നതായി ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി വൈക്കൽ സോമൻ. ഈശ്വരവിശ്വാസിയായിരുന്ന ഐഷ പോറ്റിയെ പിന്നീട് നിരീശ്വരവാദിയാക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ബി.ജെ.പിയുമായി ചർച്ച നടത്തിയതിന്റെ തെളിവുകൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പുറത്തുവിടുമെന്നും വൈക്കൽ സോമൻ പറഞ്ഞു. അല്ല, ഇതൊരു ഒഴുക്കാണ്. ബി.ജെ.പിയിലേക്ക് ഐഷ പോറ്റി, ഞങ്ങൾ വരും കാലങ്ങളിൽ ഐഷ പോറ്റി ബി.ജെ.പിയുടെ നേതാവുമായിട്ട് തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയ ഫോട്ടോസ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. അത് നമുക്ക് വരുമ്പോൾ ഞങ്ങൾ കാണാം. ഇലക്ഷൻ സമയമാവട്ടെ. ഈശ്വര വിശ്വാസിയായിരുന്നിട്ടുള്ള ഐഷ പോറ്റി, ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഐഷ പോറ്റി പിന്നീട് നിരീശ്വരവാദിയാക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പോറ്റി എന്ന പേരിട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ് ഐഷ വക്കീൽ പറഞ്ഞത്. ഇവിടെ എൻ്റെ അച്ഛൻ ഐഷ എന്നായിട്ട് എനിക്ക് പോറ്റി എന്നുള്ള പേര് തന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പേരിടിയിൽ കർമ്മം വരെ നിർവഹിക്കുന്ന വർഗീയമായി ജാതീയമായിട്ടുള്ള ചേരുതിരിവിന് വേണ്ടി അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. ഐഷ പോറ്റി ചർച്ച നടത്തി ഷാൾ സ്വീകരിച്ചിട്ടുള്ള ഫോട്ടോ വരുന്ന 2 ഇലക്ഷൻ ടൈമിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം. ബി.ജെ.പി. ആയിട്ട് ചർച്ച നടത്തിയോ ഇല്ലയോ എന്നൊക്കെ ആയമ്മ പറയേണ്ടി വരും. അതിനുള്ള പ്രൂഫ് ഞങ്ങളുടെ കുറിച്ചുണ്ട്, ഞങ്ങൾ പറയാം. അത് അലസിയ കാര്യങ്ങളൊക്കെ ഇനി ചത്ത കുഞ്ഞിന്റെ ജാതകം വായിച്ചിട്ട് കാര്യമില്ലോ. നമുക്ക് ഫോട്ടോ ഇറക്കാം, ഇത് എവിടെയാണ് ചർച്ച നടത്തിയെന്ന്. ഇതുപോലെ നിങ്ങൾക്കൊരു വിരുന്ന് നമ്മൾ ഒരുക്കുന്നുണ്ട്. വിനീഷ് കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരും. വിനീഷ്, ഇതിപ്പോൾ ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിന്റെ ഭാഗമാകുന്നു, കൊട്ടാരക്കരയിൽ മത്സരിക്കും എന്ന് മനസ്സിലാകുന്നു. ഇതിനിടയിൽ നേരത്തെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച രശ്മി BJPയുടെ ഭാഗമാകുന്നു, അവരായിരിക്കും BJPയുടെ സ്ഥാനാർത്ഥി എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണോ ഈ ഒരു വിവാദത്തിലേക്ക് വീണ്ടും BJP മറ്റൊരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്? തീർച്ചയായും ഇത് മുൻ MLA ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിലേക്ക് വന്നതും, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മുന്നംഗം രശ്മി കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് മാറിയതോടെ ഈ സംഭവങ്ങളെല്ലാം തന്നെ കൊട്ടാരക്കരയിൽ വലിയ ഒരു രാഷ്ട്രീയ കലങ്ങി മറിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം ഈ BJPയുടെ ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി വൈക്കൽ സോമന്റെ ഒരു പരാമർശമാണ് നമ്മളിപ്പോ കണ്ടത്. ഇത് കൊട്ടാരക്കര MLA ഐഷ പോറ്റി BJP നേതാക്കളുമായി ചർച്ച നടത്തുന്നതായിരുന്നു പ്രധാനമായും ആരോപിക്കുന്നത്. അതുപോലെ തന്നെ ഈശ്വര വിശ്വാസിയായിരുന്ന ഐഷ പോറ്റിയെ പിന്നീട് നിരീശ്വരവാദിയാക്കിയത് CPM പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് കുറ്റപ്പെടുത്തലുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ പോറ്റി എന്ന പേരിട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ഐഷ പോറ്റി പറഞ്ഞത് ജാതീയമായ വേർതിരിവിനെല്ലാം കാരണമായിട്ടുണ്ട് എന്നതടക്കമുള്ള ഒരു വിമർശനമാണ് ഈ വൈക്കൽ സോമൻ പറഞ്ഞത്. അതുപോലെ തന്നെ BJPയുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് പറയുന്നു. അത് തിരുവനന്തപുരത്ത് ഷാളണിയിച്ച് ചർച്ച നടത്തി BJPയിലേക്ക് സ്വീകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ തങ്ങളുടെ പക്ഷമുണ്ട്. ഇനിയിപ്പോൾ ഇലക്ഷൻ കടുക്കുന്ന സാഹചര്യത്തിൽ ഈ തെളിവുകളെല്ലാം തങ്ങൾ പുറത്തുവിടും എന്നതടക്കമാണ് മാധ്യമപ്രവർത്തകരോട് കഴിഞ്ഞ ദിവസം വൈക്കൽ സോമൻ പറഞ്ഞത്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞില്ല. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം എന്നൊരു അക്കിയതുപോലെയായിരുന്നു വൈക്കൽ സോമന്റെ പരാമർശം. ഏതായാലും ആ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഐഷ പോറ്റിയുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ, ചർച്ച നടത്തുന്ന ഫോട്ടോകളടക്കം പുറത്തുവിടുമെന്നാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത്. ഒപ്പം CPMനെതിരെയും ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. ആ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. അല്ല, ഇതൊരു ഒഴുക്കാണ്. ബി.ജെ.പിയിലേക്ക് ഐഷ പോറ്റി, ഞങ്ങൾ വരും കാലങ്ങളിൽ ഐഷ പോറ്റി BJPയുടെ നേതാവുമായിട്ട് തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയ ഫോട്ടോസ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. അത് നമുക്ക് വരുമ്പോൾ ഞങ്ങൾ കാണാം. ഇലക്ഷൻ സമയമാവട്ടെ. ഈശ്വര വിശ്വാസിയായിരുന്നിട്ടുള്ള ഐഷ പോറ്റി, ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഐഷ പോറ്റി പിന്നീട് നിരീശ്വരവാദിയാക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പോറ്റി എന്ന പേരിട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ് ഐഷ വക്കീൽ പറഞ്ഞത്. ഇവിടെ എൻ്റെ അച്ഛൻ ഐഷ എന്നായിട്ട് എനിക്ക് പോറ്റി എന്നുള്ള പേര് തന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പേരിടിയിൽ കർമ്മം വരെ നിർവഹിക്കുന്ന വർഗീയമായി ജാതീയമായിട്ടുള്ള ചേരുതിരിവിന് വേണ്ടി അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. ഐഷ പോറ്റി ചർച്ച നടത്തി ഷാൾ സ്വീകരിച്ചിട്ടുള്ള ഫോട്ടോ വരുന്ന 2 ഇലക്ഷൻ ടൈമിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം. BJP ആയിട്ട് ചർച്ച നടത്തിയോ ഇല്ലയോ എന്നൊക്കെ ആയമ്മ പറയേണ്ടി വരും. അതിനുള്ള പ്രൂഫ് ഞങ്ങളുടെ കുറിച്ചുണ്ട്, ഞങ്ങൾ പറയാം. അത് അലസിയ കാര്യങ്ങളൊക്കെ ഇനി ചത്ത കുഞ്ഞിന്റെ ജാതകം വായിച്ചിട്ട് കാര്യമില്ലോ. നമുക്ക് ഫോട്ടോ ഇറക്കാം, ഇത് എവിടെയാണ് ചർച്ച നടത്തിയെന്ന്. ഇതുപോലെ നിങ്ങൾക്കൊരു വിരുന്ന് നമ്മൾ ഒരുക്കുന്നുണ്ട്.
ബിജെപിയുടെ ജില്ലാധ്യക്ഷൻ കൂടിയായ വൈക്കൽ സോമന്റെ വാക്കുകളാണ് കേട്ടത്. ഐഷ പോറ്റി ചില ചർച്ചകൾ ബിജെപിയുമായി നടത്തിയെന്ന ആരോപണമാണ് വൈക്കൽ സോമൻ മുന്നോട്ട് വച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.